வந்து என்னோடு கலந்து விடு ഉയരേ. ഈ മ്യൂസിക് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഇതിന്റെ വിഷ്വലാണ്. മഴ നിറഞ്ഞു നിൽക്കുന്ന ബേക്കൽ ഫോർട്ടിന്റെ ഒരു മണിരത്നം ഫ്രെയിം. ഡ്രൈവ് സ്റ്റോറീസുമായി ഇത്തവണ ബേക്കൽ ഫോർട്ടിലേക്ക് എത്തുമ്പോൾ ആ ഒരു പ്രൗഢിയും ഗാംഭീര്യവും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു വാഹനം വേണം എന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു. ടാറ്റ സീറയുമായിട്ടാണ് ഞങ്ങളിന്ന് വന്നത്. 90s കാലഘട്ടത്തിൽ ഒരുപാട് പേരുടെ ഹരമായിരുന്നു ഈ വാഹനം. ഇപ്പോൾ റീലോഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ മുതൽ ഇതുവരെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ വളരെ സ്മൂത്തും കംഫർട്ടബിളുമായിരുന്നു ഇതിൻ്റെ ഡ്രൈവ്. സിനിമയ്ക്കപ്പുറം ബേക്കലിന് നൂറ്റാണ്ടിൻ്റെ ചരിത്രം പറയാനുണ്ട്. 17-ാം നൂറ്റാണ്ടിലെ കേളദി നായക് രാജവംശത്തിലെ ശിവപ്പാൻ നായക് ഈ കോട്ട പണികഴിപ്പിച്ചത്. ശരിക്കും ഇതൊരു കോട്ടയായിരുന്നില്ല, കടൽ മാർഗം വരുന്ന ശത്രുക്കളെ നിരീക്ഷിക്കാനുള്ള ഒരു സൈനിക താവളമാണ്. പിന്നീട് ഹൈദരാലിയും ടിപ്പു സുൽത്താനും ഈ കോട്ട കൈവശപ്പെടുത്തുകയും നവീകരിക്കുകയും ചെയ്തു. ഒടുവിൽ ടിപ്പുവിൻ്റെ വീഴ്ചയ്ക്ക് ശേഷം ഇത് ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. അറബിക്കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഏകദേശം 35 ഏക്കറോളം പരന്നു കിടക്കുന്ന ഈ കോട്ട ഇന്നും തകരാതെ കാസർഗോഡുകാരുടെ പ്രൗഢിയായിട്ട് നിലനിൽക്കുക. മണിരത്നം ഡയറക്റ്റ് ചെയ്ത ബോംബെ എന്ന സിനിമയിലെ ഈ പാട്ടാണ് ശരിക്കും ബേക്കൽ ഫോർട്ടിനെ ഒരുപാട് ലോകപ്രസിദ്ധമാക്കിയത്. ആ പാട്ടിൻ്റെ പോപ്പുലാരിറ്റീൻ്റെ കൂടെ തന്നെ ബേക്കൽ ഫോർട്ടും ഒരുപാട് ആൾക്കാരിലേക്ക് എത്തുകയാണ്. ഉയരെ എന്ന സോങ് ബേക്കൽ ഫോർട്ട് വെച്ച് ഷൂട്ട് ചെയ്തതിന് പിന്നിലൊരു കഥയാണ്. മണിരത്നം എ ആർ റഹ്മാനെ കൊണ്ട് ഇത് കമ്പോസ് ചെയ്തതിന് ശേഷം നല്ലൊരു ലൊക്കേഷൻ അന്വേഷിച്ച് ഒരുപാട് നടന്നു. അങ്ങനെയാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫറായ മലയാളി കൂടിയായ രാജീവ് മേനോൻ ഈ ബേക്കൽ ഫോർട്ട് മണിരത്നത്തിന് സജസ്റ്റ് ചെയ്തു. അങ്ങനെ പുള്ളി ഇവിടെ വന്ന് ലൊക്കേഷൻ കണ്ട് ഒരുപാട് ഇഷ്ടമാവുകയും ആ പാട്ട് ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ആ പാട്ട് ഒരുപാട് പോപ്പുലർ ആവുകയും അതോടൊപ്പം ബേക്കൽ ഫോർട്ട് എന്ന സ്ഥലം ഒരുപാട് ലോകപ്രസിദ്ധമാവുകയും ചെയ്തു. നിങ്ങളൊരു ചരിത്രപ്രേമിയാണെങ്കിലും ഒരു സിനിമാ പ്രേമിയാണെങ്കിലും ബേക്കൽ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ഡ്രൈവ് സ്റ്റോറീസ് തുടരും. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.